നോക്കുക. എനിക്ക് അപ്പളേ തോന്നിക്കണം എനിക്ക് എന്തോ ഒരു കാര്യം നടക്കാണ്ട് ഇങ്ങോട്ടാണ്. നമുക്കിപ്പോ മനസ്സിലായില്ലേ? ഞാൻ അവളോടൊന്ന് ചോദിച്ചോണ്ട് കേട്ടോ. നോക്കല്ല, എനിക്ക് ഇന്നെ റിപ്ലൈ ഇട്ടണം, അല്ലെങ്കിൽ എനിക്ക് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ നോക്കണം. ഓ അപ്പൊ ഓളായിട്ട് ഇഷ്ടണ്ടായിട്ടൊന്നല്ലേ? അപ്പൊ ഓള് പോയ വേറെ പെണ്ണില്ലേ? അല്ല പിന്നെ ഓളിലേക്ക് ജീവിച്ചണ്ടേ? എന്താ പെണ്ണു അറിയണോ? ഓള് പോയ ഓളെ നീട്ടി നടക്കട്ടെ, ഞാൻ നോക്കിയോക്കാം. ഇപ്പൊ പറയണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഇപ്പൊ പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടാന്ന് നമുക്ക് തോന്നും. കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ചെറുക്കാൻ പറഞ്ഞോണ്ട്. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അയ്യോ ടീച്ചർ ആണോ? ആരെന്താ ഗുഡ് മോർണിംഗ് പറയാത്തെ? എല്ലാരും ഒന്ന് ഉഷാറായിട്ട് ഗുഡ് മോർണിംഗ് പറഞ്ഞേ. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ് സിറ്റ്. എല്ലാരും വന്നിട്ടില്ലെന്ന് എല്ലാരും ഒന്ന് അറ്റൻഡൻസ് പറഞ്ഞാണി. 1 2 3 4 5 6. എല്ലാരും ഇന്നലെ എടുത്തത് വീട്ടിൽ പോയിട്ട് ഇരുന്ന് പഠിച്ചില്ലേ? നമുക്ക് എന്തായാലും ഇന്നൊരു എക്സാം എടുക്കാം. എല്ലാരും ബുക്ക് എടുക്കിട്ടോ. ബുക്കിന്റെ ഒരു പേജ് കീറിട്ടോ. എല്ലാ ബുക്കിലും ഇതെല്ലാം. അപ്പൊ എല്ലാരും പേപ്പറുകൾ എടുത്തില്ലേ? യെസ് ടീച്ചർ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് പറയാണ്. അറിയണോലും എല്ലാരും പേപ്പറിൽ എഴുതുക, അല്ലാത്തവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കൊന്നും വേണ്ട കേട്ടോ. അറിയണില്ലെങ്കിൽ എഴുതണ്ട, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ടൈം ആളിരുന്ന് അറിയണത് എഴുതുക. ഓക്കെ ടീച്ചർ. 10 - 5 = എത്രയാണെന്ന് എഴുതിക്കാണി. സിമ്പിൾ. ഇതൊക്കെ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കണേ. നിങ്ങൾ എഴുതി. ഓക്കെ ടീച്ചർ. എഴുതിയാ? യെസ് ടീച്ചർ എഴുതി. 10 + 7 എത്ര? അതും സിമ്പിൾ. അറിയിച്ചെങ്കിൽ എഴുത്. ഓക്കെ ടീച്ചർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 10 - 2 പോയാൽ എത്ര? അപ്പൊ അനക്ക് കിട്ടിയടാ? ഇല്ലടാ എനിക്ക് കിട്ടിയിട്ടില്ല. അനക്ക് കിട്ടിയോ? എനിക്ക് കിട്ടിക്കൂടെ? ഞാൻ എന്നോട് ചോദിച്ച പൊട്ടാ. ഈ ഒരു കാര്യം ചെയ്യേ, കയ്യിൽ 10 അറിയെടുക്ക്, എന്നിട്ട് 10 2 കുറയ്ക്കാം, എന്നിട്ട് ബാക്കി എത്രയെന്ന് എണ്ണി നോക്കാം. അത് നല്ല ഐഡിയ ആണല്ലേ. ഞാൻ ഇപ്പൊ നോക്കാം. കയ്യുമ്പോ 10 അറിയെടുത്തു, എന്നിട്ട് അതിന് 2 വിരൽ മടക്കി. അപ്പൊ 1 2 3 4 5 6 7 8 8. കിട്ടിയടാ? ആടാ, ബാക്കി 8. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 20 - 15 പോയാൽ എത്ര? അപ്പൊ എന്താ കിട്ടുക? പോവാ ഈ ഒരു കാര്യം ചെയ്യാ, കാലുമത്തെയും കൂടി വിരലെടുത്തോ, എന്നിട്ട് കയ്യുമത്തെ 10 വിരലും കാലുമത്തെ 10 വിരലും, എന്നിട്ട് അപ്പൊ 20 ഉണ്ടാവൂലേ? എന്നിട്ട് അതിന് 5 15 ഓർക്കണ്ട്. അയ്യോ 15 കുറച്ചാ. അപ്പൊ ബാക്കി എത്ര കിട്ടണം നോക്ക്. കൈയിന്റെ 10 വിരല്, കാലിന്റെ 10 വിരല്, അതിന് കാലിന്റെ 5 വിരൽ ഔട്ടാക്കി, കാലിന്റെ മറ്റേ 5 വിരൽ ഔട്ടാക്കി, കൈയിന്റെ മറ്റേ 5 വിരൽ ഔട്ടാക്കി. ബാക്കി 5 കിട്ടിയടാ? ആടാ. 20 - 15 പോയാൽ 5 ബാക്കി. ആടാ സെറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 30 - 10 പോയാൽ എത്ര? അതിപ്പോ എങ്ങനെ കൂട്ടടാ? അതിനടക്കം അറിയാത്ത. മറ്റേത് കയ്യുമ്പോ 10 കാലുമ്പോ 10 ഉണ്ടായിരുന്നു. ഇനിയിപ്പോ 10 എവിടെ ഉണ്ടാക്കാനാ? ഇതെന്തായാലും നോക്കി നോക്ക്, അല്ലെങ്കിൽ ഇതിനെ ഇടണ്ട നമുക്ക്. ആടാ. അല്ലെങ്കിൽ ഇത് ആ പാറുവിനോട് ചോദിച്ചു നോക്കുന്ന, പിന്നെ നമുക്ക് ഇറങ്ങാറായിട്ട് കൂട്ടേണ്ട ആവശ്യമില്ലല്ലോ. ശരിയാണെന്ന് ചോദിച്ചോട്ടെ. ഇത് പാറു എന്താ ഈ ലാസ്റ്റ് ടീച്ചർ ചോദിച്ചില്ലേ 30 - 10 പോയാൽ എത്രയെന്ന്? എനിക്ക് കിട്ടിയോ? ഇല്ലടാ എനിക്ക് കിട്ടിയിട്ടില്ല. ആണോ? എന്നാ ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 40 + 20. സിമ്പിൾ. ഇതൊക്കെ എന്ത്? എഴുതിയിട്ടില്ലല്ലോ. ഞാൻ എഴുതിയിട്ടില്ല. ആടെ എനിക്കറിയില്ല. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 100 - 50 പോയാൽ എത്ര? ഷടായി ടീച്ചറാണ് ടഫിലാണല്ലോ ചോദിക്കണം. ടീച്ചറെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കേ. അപ്പൊ ഇതൊന്നും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ലേ? ഞാനിതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിക്കണം. ഇതൊക്കെ ക്ലാസ്സിൽ എത്ര വട്ടം ക്ലാസ് എടുത്തുകൊള്ളതൊന്നും അറിയില്ല. എന്നിട്ട് മര്യാദക്ക് എഴുതിക്കോളി നിങ്ങള്. ഇപ്പൊ പ്ലസ് ചെയ്യണവും മൈനസ് ചെയ്യണവും ചോദിച്ചില്ലേ? നമുക്ക് ഇൻറ്റു ചെയ്യണമാണ് ചോദിക്കണത്. 5 × 5 എത്ര? കുടുങ്ങിയാ പോവാ. ആകെ തലയിലിക്കാത്ത സാധനം ഉണ്ട് അമ്മീനല്ല, ഈ ഗുണനാണ്. ആടാ ശരിയാ. 4 5 5 5 10 15 15 20 25 25. കഴിഞ്ഞില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2 × 2 എത്ര? ഇത് സിമ്പിൾ. ഇത് എനിക്കറിയാം. 4. ഇനി ഈ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞുട്ടോ. നമ്മള് കൂട്ടലും കുറക്കലും ഗുണനും ഒക്കെ ചോദിച്ചു. ഇനി നമുക്ക് ഇംഗ്ലീഷിലെ വേർഡ്സുകൾ കുറച്ച് പറയാട്ടോ. ഓക്കെ ടീച്ചർ. ആപ്പിളിന്റെ സ്പെല്ലിംഗ് എഴുതിക്കാ. APPLE ആപ്പിൾ. ഞാനാ കാര്യം ഫസ്റ്റ് എഴുതണം. നെക്സ്റ്റ് ബാളിന്റെ സ്പെല്ലിംഗ് എഴുതിക്കാ. ഓക്കെ ടീച്ചർ. BALL ബാൾ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡക്കിന്റെ സ്പെല്ലിംഗ് എഴുതിക്കാ. എന്റെ അതൊന്നും എനിക്ക് കിട്ടണില്ലല്ലോ. DUCK ഡക്ക്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബലൂണിന്റെ സ്പെല്ലിംഗ് എഴുതിക്കാ. സിമ്പിൾ. BALLOON ബലൂൺ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹെന്നിന്റെ സ്പെല്ലിംഗ് എന്താ? എഴുതിക്കാണി. അപ്പൊ അനക്കറിയടാ? ഇല്ലടാ വിഷ്ണു, എനിക്കറിയില്ല. ഡാബു വിഷ്ണു. അയ്യോ ടീച്ചർ പൊക്കി. എന്താടാ നിങ്ങൾക്ക് രണ്ടാക്കും അവിടെ എത്ര പറയാനേ? ഒന്നുമില്ല ടീച്ചർ. ഞാൻ അപ്പഴല്ല കുറേ
നോക്കി തരും. ഇതാ ടീച്ചർ. ആയിരം സീറ്റ് പോയിരുന്നോ? ഓക്കെ മിസ്. എന്നാ ടീച്ചർ പോയിട്ട് കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം കേട്ടോ. തൊണ്ടിത്തെ വെള്ളം പറ്റി. നിങ്ങളോട് വർത്താനം പറഞ്ഞിട്ടേ പേപ്പറുകൾ നല്ല ഇവിടെ ഇരിക്കട്ടെ. ഞാൻ പോയിട്ട് വെള്ളം എടുത്തിട്ട് വരാം. ഓക്കെ ടീച്ചർ. അല്ലാത്തൊരു കഷ്ടം തന്നെയല്ലേ ഇഷ്ടം? പിന്നെ അല്ല. ഏതായാലും ടീച്ചർ പോയില്ല. കഴിച്ചിലാവാൻ വരട്ടെ. ഇപ്പൊ വരും. കുഞ്ഞിലമ്മാവേ കഥ കേട്ട് മെല്ലെ മിഴിപൂട്ട് മാറി ചൂടി ഉറങ്ങി ഉറങ്ങി പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരി വളരി വളരി. എന്താ അടിച്ചു പോയോ? ഞാൻ വലിയൊരു ഗായകനല്ലേ. അനക്ക് പാടാൻ അറിയില്ലേ? പിന്നെ എന്നുവെച്ചത് പാടിക്കാം. മോഹങ്ങളെല്ലാം കൊതി തീരും മുമ്പ് കാണണം ഇനി കണ്ണീരൊന്നും വേണ്ട മനം കൊള്ളും നോവും വേണ്ട അരികത്തായെന്നും കാവൽ നിൽക്കാൻ ഞാനില്ലേ വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല നിന്നെ ചായുറങ്ങാം മതിയാം രാഗമില്ല. ആഹാ എനിക്ക് ഇത്രയൊക്കെ പാടാൻ വെക്കുവോ? പിന്നല്ല. ഞാൻ വിചാരിച്ചു പൊട്ടനാണ്. പൊട്ടനെന്റെ വാപ്പടാ. ഇതിനെ വാപ്പാനെ പറഞ്ഞാണ്ടല്ലോ ചെറുക്കാ. നമുക്ക് വേറെ പാട്ടറിയോ? പിന്നല്ല എനിക്ക് കുറെ പാട്ടറി. പ്രണയമേ നീ അകലുമോ ഇരുളേറും വഴി തീയവും മേലെ ഇരുളു തന്നതും ഈശനവനോ പൊരുളും അറിയാതാശ തരുമോ പറവയായി ചിറകുമേനി തിരികെ വാങ്ങൂ നീയെന്നു വരും ഇവനും അവനും മന്ത്രഹാസ്. ആക്കറിയില്ല. അത് ഇയാളെ പറ്റി പാടിയാക്കാറല്ലേ? അനക്കെന്താ തോന്നണേ? എനിക്ക് ഓൾക്ക് വേണ്ടിട്ട് പാടിയാന്ന്. എന്നാ എന്നെ തരം. എന്താ പോന്റെ ഒരു ഹാലി? അനക്ക് പറ്റിയ പാട്ട് ഞാൻ പാടി തരട്ടെ. അതേത് പാട്ടാ? കൈക്കോട്ടും കണ്ടിട്ടില്ല കയ്യിൽ തയമ്പുമില്ല കൈപ്പറ്റി കൊണ്ടൊരു കിതാബും തൊട്ടിട്ടില്ല കച്ചറ കാട്ടി നടക്കും ഇച്ചറ കാട്ടി നടക്കും അക്കട കാട്ടി നടക്കും ഇക്കട കാട്ടി നടക്കും 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 നടു തിരിയും. അയച്ചുണ്ടാക്കിയാലേ ബോധി. അല്ല പിന്നെ ഞാൻ ആരാ മോൻ? അയ്യോ ടീച്ചർ ആരെങ്കിലും വർത്താനം പറഞ്ഞിരുന്നോ? ഇല്ല ടീച്ചർ ആരും പറഞ്ഞിട്ടില്ല. ഓ പറയാത്ത ഒരാളെ നല്ല ആളാ പറഞ്ഞിട്ടില്ല എന്നറിയണ. ഇല്ല ടീച്ചർ ആരും പറഞ്ഞിട്ടില്ല. എന്നാ നിങ്ങൾക്ക് കൊള്ളാം. എന്നാ ഞാൻ 5 മിനിറ്റ് പേപ്പർ നോക്കട്ടെ. ഇപ്പൊ തരാം. ഇപ്പൊ തന്നെ തരാണോ ടീച്ചർ? ആ അപ്പൊ തന്നെ തരാം. ഏതായാലും എനിക്ക് നോക്കണ്ടല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ പെട്ടെന്ന് നോക്കി തരാം. ആ ഓക്കെ ടീച്ചർ. എന്തൊക്കെയാ എഴുതി വെച്ചേക്കുന്നേ? അടുത്താണത് എടുക്കട്ടെ. ഒറ്റ എണ്ണത്തിന് പഠിപ്പ് പറഞ്ഞ സംഗതിയില്ല. അത് പേപ്പർ നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഇതിൽ പിന്നെ കുറച്ചേലും എഴുതിക്കണം. ഇത് പിന്നെ ലക്ഷ്മന്റെ നോളിൽ പിന്നെ ഉണ്ടാവും. ആവും അങ്ങനെ നോക്കിയാലും. എല്ലാരും നല്ലോണം എഴുതിയാ? ആ കുറച്ചൊക്കെ ടീച്ചർ. എന്നാ ഞാൻ പേപ്പർ തരാം. 40-ലായിരുന്നു എക്സാം എടുത്തിരുന്നത്. അതിൽ നിങ്ങൾക്ക് എത്ര കിട്ടിക്കണോ നോക്കി എല്ലാരും. ലച്ചു യെസ് ടീച്ചർ. 40-40 ഗുഡ് ഗേൾ. ഓ താങ്ക് യു ടീച്ചർ. എന്നാ പിടിച്ചോളിട്ടോ. നന്നായിട്ട് പഠിക്കണട്ടെ നീ. ഓക്കെ ടീച്ചർ. ആമിന യെസ് ടീച്ചർ. 40-25 മാർക്ക് കേട്ടോ. നന്നായിട്ട് പഠിക്കൊണ്ട് കേട്ടോ. നീ ശ്രമിച്ചാൽ 40 കിട്ടും നിനക്ക്. താങ്ക് യു ടീച്ചർ. പഠിക്കാം. അബു യെസ് ടീച്ചർ. 40-5. നിങ്ങളോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. കോപ്പി അടിച്ചല്ലേന്നു. എന്നാ വാങ്ങിച്ചോ. ഇനി ഞാനൊന്നും പറയുന്നില്ല. വിഷ്ണു 5 മാർക്ക്. നിങ്ങൾ രണ്ടാളും പിന്നെ കോപ്പി അടിച്ചോണ്ട് സെയിം മാർക്ക് തന്നെ കിട്ടിക്കുന്നത്. ഓക്കെ ടീച്ചർ. എന്താ പറയുക? നീ എന്തൊന്നും എഴുതായിരുന്നേ? അത് പിന്നെ ടീച്ചർ ഒന്നുമില്ല. വീട്ടിൽ നിന്ന് പഠിച്ചായിരുന്നേ. അല്ലാതെ ഇവിടെ തൊള്ളിയും കുറിച്ചിരുന്നാൽ എഴുതാൻ പറ്റൂലല്ലോ.